നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന വിഷയത്തിൽ ഊന്നി തന്നെയാണ് ഇന്നും കേരളത്തിൽ പ്രസംഗിച്ചത്. അതിൽ ഒരു പടി കൂടി അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നതിൽ വിശദീകരണവും നൽകുകയുണ്ടായി. ഗ്യാരണ്ടികൾ പാലിക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് അതുകൂടി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് ശരിയായില്ല, അതിന്റെ ആവശ്യം എന്തിനായിരുന്നു എന്ന് ശ്രീ അനിൽ ബോസ് ചോദിക്കുന്നു. നാഗാലാൻഡിലും മണിപ്പൂരിലും ഒന്നും പ്രധാനമന്ത്രിയെ കണ്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ ഒരു വെറും കല്യാണം കൂടുതലല്ലോ ഇതിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയം അത് ഈ തെക്കൻ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ഒരു തൃശൂർ എടുക്കൽ അല്ലേ, അതല്ലേ? അതെ മഞ്ജുഷ്, സാധാരണ ഈ ഗ്യാരണ്ടിയൊക്കെ കൊടുക്കുന്നത് കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗ്യാരണ്ടി കൊടുക്കുന്ന, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡായി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് താനും. അപ്പം ഇവിടെ ഒരു ബ്രാൻഡിൻ്റെ ഗ്യാരണ്ടി ഫലപ്രദമാകണമെങ്കിൽ ആ ബ്രാൻഡിന് വിത്ത് ഉണ്ടാവണം. അത് നേഷൻ വൈഡ് വിത്ത് ഇല്ല എന്ന് തോന്നുമ്പോഴാണ് എവിടെയെല്ലാമാണോ ആ ബ്രാൻഡിൻ്റെ പെനിട്രേഷൻ കുറവ് ആ ഭാഗത്തേക്ക് ബ്രാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് മഞ്ജുഷ് കേരളത്തിലേക്ക് കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 3ാമത്തെ പ്രാവശ്യമാണ് ശ്രീ നരേന്ദ്രമോദി എത്തുന്നത്. അപ്പം ഇവിടെ ആ ബ്രാൻഡിന് ചില തെളിയിക്കാനുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലും പറഞ്ഞു. ചില കാര്യങ്ങൾ അവിടെ തെളിയിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വരേണ്ടി വരുന്നത്. ഇവിടെ വ്യക്തമായ ഒരു പദ്ധതി കാണുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രൊജക്റ്റ് ചെയ്യുന്ന, ആ കക്ഷി പ്രൊജക്റ്റ് ചെയ്യുന്ന സുപ്രീം ലീഡർ, വൺ ലീഡർ, മറ്റാരെയും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, വൺ ലീഡർ. ആ ലീഡറിനെ വെച്ചുകൊണ്ട് രാജ്യമാസകലം കേരളത്തിൽ ഉൾപ്പെടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ വീണ്ടും 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 ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ലജ്ജാവതി എന്ന പാട്ട് പല 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 പ്രാവശ്യം വീണ്ടും വീണ്ടും കാതുകളിൽ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിചിതത്വം, ഈ അപരിചിതത്വത്തിൽ നിന്നും ഒരു പരിചിതമായ ഒരു സ്വരത്തിലേക്ക്, ഈണത്തിലേക്ക്, മുഖത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ആ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന കാഴ്ച സംഘടനാതലം ഇപ്പോൾ കഴിഞ്ഞ 2 യാത്രകളിലും ഫോക്കസ് ചെയ്തത് യൂത്ത് ആൻഡ് വിമൻ. ഇപ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു ചിത്രമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ കോമ്പിറ്റൻസി മറ്റൊരു കക്ഷിക്കും അവകാശപ്പെടാൻ ആവാത്തതും ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാം, CPM-ന് അതിൻ്റെ ഒരു കെയ്ഡർ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട്. RSS എന്ന ഒരു വലിയ സംവിധാനം, RSSന് ഏറ്റവും അധികം ശാഖകളുള്ള, പെനിട്രേഷനുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ BJPക്ക് ലഭിക്കുന്ന ഒരു സപ്പോർട്ട് ബേസിനെ വോട്ടാക്കിയും സീറ്റാക്കിയും കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് വലിയ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ ഒരുപക്ഷെ വിധേയമാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ബൂത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4 ബൂത്തുകൾ അടങ്ങുന്ന ശക്തി കേന്ദ്രങ്ങൾ. ഈ ശക്തി കേന്ദ്രങ്ങൾക്ക് ഒരു തലവനുണ്ട്. ആ തലവൻ, അപ്പോൾ ആ ശക്തി കേന്ദ്രങ്ങളുടെ ആളുകളെ, ഗ്രാസ് റൂട്ട് ലെവൽ ലീഡേഴ്സിനെ കൊണ്ടുവന്ന് അവരോട് സുപ്രീം ലീഡർ നേരിട്ട് സംവദിക്കുകയാണ്. അപ്പോൾ പോകൂ, ബൂത്തുകൾ പിടിക്കൂ, ബൂത്ത് ബൈ ബൂത്ത് ബൈ ബൂത്ത് ബൈ ബൂത്ത്. ഇതാണ് ചിട്ടയായ പ്രവർത്തനം. അതിനുവേണ്ടി അണികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബൂത്ത് തലത്തിൽ സജ്ജമാക്കാനുള്ള ഒരു സംവിധാനം അത് പാർട്ടി ചെയ്യേണ്ട കാര്യമാണ്. RSSന്റെ സഹായത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നു. എന്നാൽ പൊതുജനങ്ങളോട് ഈ വരവിൻ്റെ പിന്നിൽ ത്രിതല ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഏതാനും ദിവസങ്ങൾക്കുള്ള സംഭവിക്കുന്നു, 22-ാം തീയതി സംഭവിക്കുന്നു. അതിന് മനസ്സുകളെ ഒരുക്കുക, ഒരുപക്ഷെ ഹൈന്ദവ മനസ്സുകളെ ഒരുത്തുക, രാഷ്ട്രീയത്തിന് അതീതമായി മനസ്സുകളെ ഒരുക്കുക. അതുകൊണ്ടാണ് രാമജ്യോതി തെളിയിക്കണം ഓരോ വീട്ടിലും എന്ന് കേരളീയരോടായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. അതുമാത്രമല്ല, രാമക്ഷേത്രങ്ങളിൽ പോവുക, പരമാവധി ക്ഷേത്ര സന്ദർശനങ്ങളിലൂടെ ആ വിശ്വാസത്തിൻ്റെ ആ തലം എക്കാലത്തും BJPയുടെ ഒരു കോർ സ്ട്രെങ്തായ വിശ്വാസ തലം ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ കേന്ദ്രം വിചാരിക്കണം, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ റെയിൽവേ, വന്ദേ ഭാരതം ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നത് നമ്മൾ കണ്ടു. അതുപോലെ കൊച്ചി കപ്പൽ നിർമ്മാണശാല, അതുപോലെ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട്, ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഗ്യാസ് ഫില്ലിംഗ് പ്ലാന്റ് എന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേരളീയർ വലിയ ഒരു പ്രീമിയം കൽപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രവുമായി സഹകരിച്ച് നിന്നാൽ, കേന്ദ്രത്തിലേക്ക് MP-മാരെ എത്തിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു.
ഇതൊക്കെ ഒരുതരം ഇഫ് യു ഡു ഇറ്റ് ഐ വിൽ പ്രൊവൈഡ് എന്ന ഒരു തരം ഇതാണ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു ചൂണ്ട എറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനത്തെ നോക്കി പ്രധാനമന്ത്രി. അത് പോസിറ്റീവായിട്ടും കാണാം, അതിനെ നെഗറ്റീവായിട്ടും കാണാം. വികസനമാണല്ലോ വിഷയം. ഒരേ സമയവും വികസനവും ഉണ്ട്, അതേസമയം തന്നെ ക്ഷേത്രവും അവിടെ വിഷയമാണ്. ഇത് മൾട്ടിപ്പിൾ ഇതിനകത്തൊരു പല കേരളം പോലെ ഒരു 45% ന്യൂനപക്ഷങ്ങളുള്ള കേരളത്തിൽ ഒരു ഹൈന്ദവ വോട്ട് കൊണ്ട് മാത്രം, അല്ലെ ഹൈന്ദവ ഏകീകരണം കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. ശക്തമായ സംവിധാനമുണ്ട്, അടിസ്ഥാന സംവിധാനമുണ്ട്, കേഡർ സംവിധാനമുണ്ട്. CPM-ന്, കോൺഗ്രസിന് ഒരു ഗുഡ് വിൽ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കക്ഷികളും, കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ഇവിടെ മുന്നണികളായി മത്സരിക്കുന്നു. രണ്ടും ശക്തം തന്നെയാണ്. എത്ര ഒലിച്ചു പോയാലും രണ്ട് UDF LDF സംവിധാനങ്ങളുടെ അടിത്തറ ഇളകിയിട്ടില്ല കേരളത്തിൽ. അത് ഇന്നും ഭദ്രമാണ്. ഈ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ലക്ഷങ്ങളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടന്നു. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരാശരി ഒരു 25,000-നും 50,000-നും ഇടയിലൊക്കെയാണ് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്നത്. ഇതൊക്കെ മറികടക്കാൻ ഒരു ബൂത്തിൽ 2 വോട്ട് വീതം മറിഞ്ഞാൽ തീർച്ചയായും അതിന് കാര്യമായ വ്യത്യാസമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മനസ്സറിഞ്ഞ് അതിൽ ചില വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിലെ ചിലരെയെങ്കിലും അടർത്തിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇന്നലെ തുടങ്ങിയതല്ല. ക്രിസ്മസ് നയതന്ത്രം നമുക്ക് കണ്ടു. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം ബിഷപ്പുമാരെ സന്ദർശിക്കാനായി കേരളത്തിൽ നരേന്ദ്രമോദി ഏറെ സമയം ചെലവഴിച്ചത് നമ്മൾ കണ്ടു. ഇതെല്ലാം പക്ഷേ ഈ സന്ദർശനത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, സിറോ മലബാർ സഭയ്ക്ക് പുതിയൊരു അധ്യക്ഷൻ വന്നൊരു സമയം കൂടിയാണ്. പക്ഷെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല. ഇവിടെ മഞ്ജുഷ്, നമ്മൾ കാണാതെ പോയതും എന്നാൽ വേണ്ട പരിഗണന ലഭിക്കേണ്ടതുമായൊരു വിഷയമാണ്. സിംബോളിക്കാണ്. TJ ജോസഫ് സാർ ആരായിരുന്നു? കൈവെട്ടപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാൽ കൈവെട്ടപ്പെട്ട TJ ജോസഫിനെ സഭയും അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനവും പോലും നീതി നിഷേധിച്ചപ്പോൾ ഇതാ ഞങ്ങൾ കേന്ദ്രത്തിന്റെ ഏജൻസിയായ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് 1-ാം പ്രതിയെ വരെ കുടുക്കിയിരിക്കുന്നു. TJ ജോസഫ് സാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. TJ ജോസഫ് സാർ വന്നിട്ടുണ്ടായിരുന്നു. TJ ജോസഫ് സാറിന്റെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ സമ്മേളനം ഇന്ന് നടന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് സിംബോളിക് അവസരങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രിയും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ ഇന്നോവേറ്റീവാണ്, വളരെ സിംബോളിക്കാണ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിനെയും, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെയും പൂർണ്ണമായി മാറ്റി നിർത്താതെ എല്ലാ ജനവിഭാഗങ്ങൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഒരുമിച്ച് നിർത്താനുള്ള കാര്യമാണ് ഇത്. മുൻകൂട്ടി പ്രവചനം. TJ ജോസഫ് സാറ് വരുമെന്ന് ഇന്നലെ വൈകിട്ട് വരെ യാതൊരു സൂചനയും ഇല്ലായിരുന്നു. എന്നാൽ TJ ജോസഫ് സാറിനെ വേദിയിൽ അണിനിർത്താൻ കഴിഞ്ഞു. അതുപോലെ സ്പോർട്സ് താരങ്ങളെ, ക്രൈസ്തവരായ അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് താരങ്ങളെ ഡൽഹി സമ്മേളനത്തിൽ ക്രിസ്മസ് നയതന്ത്രത്തിന് വിളിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് വോട്ടായി മാറും എന്ന മിഥ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു സൂതനിങ് ഇഫക്റ്റാണ്. മണിപ്പൂർ വിഷയത്തിൽ ഒരുപക്ഷെ മുറിപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ മനസാക്ഷി, അത് ഏറ്റവും കൂടുതൽ മുറിപ്പെട്ടത് കേരളത്തിലാണ്, പ്രകടമായി കണ്ടത് കേരളത്തിലുമാണ്. ഉത്തരേന്ത്യയിൽ വളരെ സൈലന്റ് ആണ് റെസിസ്റ്റൻസ്, പക്ഷേ കേരളത്തിൽ വളരെ പ്രകടമായ കാര്യങ്ങൾ കണ്ടു. ഇതിനെല്ലാം മയപ്പെടുത്തി ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ അപജയം, അതിനോടുള്ള വിരോധം, അപ്പോൾ ഒരു വോട്ട് പാർക്ക് ചെയ്യാൻ ഒരു വെഹിക്കിൾ ഇല്ലാതെ നിന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർക്കിംഗ് ലോട്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് BJP കരുതിക്കൂടാ എന്ന ചോദ്യമാണ് ഭംഗ്യാന്തരേണ പ്രധാനമന്ത്രി കേരളീയരുടെ മുന്നിൽ. അവിടെ ശ്രീ അനിൽ ബോസ് പറഞ്ഞ